ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ നമ്മൾ ഇന്നലെ നിർത്തിയ സെറ്റ് എന്നുള്ള ചാപ്റ്ററിൻ്റെ ബാക്കി പോർഷൻസ് നമുക്ക് നോക്കാം. ഇന്നലെ നമ്മൾ കുറച്ച് ബേസിക്സ് കാര്യങ്ങളായി ഉണ്ടെങ്കിൽ എങ്ങനെയാണ് റോസ്റ്റർ ഫോമിൽ എഴുതുക സെറ്റ്, അതേപോലെ എങ്ങനെയാണ് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് സെറ്റ്. നമുക്ക് പഠിക്കാനുള്ള ടൈപ്സ് ഓഫ് സെറ്റ് നോക്കാം. ആദ്യം നമുക്കുള്ളത് എം ടി സെറ്റ്. എന്താണ് ഒരു എം ടി സെറ്റ്? അതായത് ഈ പേര് പോലെ തന്നെ ആ സെറ്റിൻ്റെ ഉള്ളിൽ ഒന്നും ഉണ്ടാവില്ല. ആ സെറ്റിന് നമ്മൾ എം ടി സെറ്റിന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് രണ്ട് കേളി ബ്രാക്കറ്റ് വെച്ചിട്ട് വെറുതെ റെപ്രസെൻ്റ് ചെയ്യുക. അതായത് അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല, സെറ്റിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. അല്ലെങ്കിൽ നമുക്ക് വെറുതെ ഫൈ എന്ന് എഴുതാം. അപ്പോൾ ഫൈ എന്ന് എഴുതിയാലും അല്ലെങ്കിൽ രണ്ട് കേളി ബ്രാക്കറ്റ് വെറുതെ ഇടുന്നതും എം ടി സെറ്റ് ആയിരിക്കും. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് സെറ്റ്. അതിനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ പറയുകയാണ് നമ്പർ ഓഫ് ഡേയ്സ് ഇൻ എ വീക്ക്. നമ്പർ ഓഫ് ഡേയ്സ് ഇൻ എ വീക്ക് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരു വീക്കിൽ എത്ര ദിവസമുണ്ട്? 7 ദിവസമുണ്ട് അല്ലേ? അപ്പോൾ അതൊരു ഫൈനൈറ്റ് സെറ്റാണ്. ഇപ്പോൾ ഇനി ഇൻഫൈനൈറ്റ് സെറ്റിന് എക്സാമ്പിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഒരു സെറ്റ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെവിടം വരെ എഴുതും? അവസാനിക്കില്ല അല്ലേ? നമ്മളിപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഒരു സെറ്റ് എഴുതാൻ പറയാം, നമ്മൾ 1 2 3 എക്സിട്ര അങ്ങനെ പൊക്കോണ്ടേയിരിക്കും, അതിനൊരു അവസാനമില്ല. അങ്ങനെയുള്ള സെറ്റുകളാണ് ഇൻഫൈനൈറ്റ് സെറ്റ്. ഫൈനൈറ്റ് ആകുമ്പോൾ കറക്റ്റ് ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ആയിരിക്കും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ എ വീക്സ് ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം 7 ദിവസമാണ് ഒരു വീക്കിലുള്ളത്. അതൊരു ഫൈനൈറ്റ് സെറ്റാണ്. ഇപ്പോൾ മനസ്സിലായില്ലേ എന്താണ് എം ടി സെറ്റ്, എന്താണ് ഫൈനൈറ്റ് സെറ്റ്, എന്താണ് ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് മനസ്സിലായില്ലേ എല്ലാവർക്കും? ഇനി അടുത്ത് നമുക്കുള്ളത് ഈക്വൽ സെറ്റ്. ഈക്വൽ സെറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കൊരു സെറ്റ് ഉണ്ട്. എ എന്ന് പറഞ്ഞ സെറ്റിൽ 1 2 3 3 എലമെൻറ്റ്സ് ഉണ്ട്, 1ഉം 2ഉം 3ഉം ഉണ്ട്. ഇനി ബി എന്ന് ഒരു വേറൊരു സെറ്റ് ഉണ്ട്. ആ സെറ്റിനുള്ളിൽ എൻ്റെ കയ്യിലുള്ളത് 3 1 2. ഈ രണ്ട് സെറ്റും നമ്മൾ നോക്കിയേ, കമ്പയർ ചെയ്ത് നോക്കിയേ. ഇതിലുള്ള സെയിം എലമെൻറ്റ്സ് തന്നെയല്ലേ ബിയിലുള്ള സെറ്റിലുള്ളത്? അപ്പോൾ എയിലും ബിയിലും സെയിം എലമെൻറ്റ്സ് ആണ് അല്ലേ? 1 2 3 ഇവിടെ ഉണ്ട്, ഇവിടെയും 3 2 1, അതായത് 3 1 2 സെയിം എലമെൻറ്റ്സ് തന്നെയാണ്. എയിലും ബിയിലും സെയിം എലമെൻറ്റ്സ് തന്നെയാണ്. അപ്പോൾ നമുക്ക് എ ഈക്വൽ ടു ബി എന്ന് എഴുതാം. ഇങ്ങനെയുള്ള സെറ്റുകളെയാണ് നമ്മൾ ഈക്വൽ സെറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഈക്വൽ സെറ്റ്. ഇനി അടുത്തതായി വരുന്നതാണ് സബ്സെറ്റ്. അതായത് ഇപ്പോൾ നമുക്ക് ആദ്യം എന്താ ഒരു യൂണിവേഴ്സൽ സെറ്റിന് നമ്മൾ യു എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുക. നമുക്കൊരു യൂണിവേഴ്സൽ സെറ്റ് ഉണ്ട്, 1 2 3 4 5 5 നമ്പർ ഉണ്ട്. ഇനി ഇതിൽ നമുക്കൊരു സബ്സെറ്റ് എഴുതാം. സബ്സെറ്റ് എ എന്ന് പറഞ്ഞൊരു സബ്സെറ്റ് 1 2. ക്ലിയർ ആയില്ലേ? അതായത് ഈ എ എന്ന് പറയുന്ന സെറ്റിലുള്ള എല്ലാ എലമെൻറ്റ്സും നമ്മുടെ യുവിലുണ്ടാവും. ക്ലിയർ അല്ലേ? യുവിലുള്ളതിൻ്റെ എയിലുള്ള എല്ലാ എലമെൻറ്റ്സും യുവിലുണ്ടാവും. അതായത് എ ഈസ് എ നമ്മളിങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക. എ ഈസ് എ സബ്സെറ്റ് ഓഫ് യു. അപ്പോൾ ഇതിൽ യു ആണ് ഏറ്റവും നമ്മുടെ വലിയ സെറ്റ്, അതിൽ നിന്ന് ചെറിയ സെറ്റാണ് എ, അതാണ് സബ്സെറ്റുകൾ. ക്ലിയർ അല്ലേ? സബ്സെറ്റുകൾ അതാണ്. ഇനി നമുക്ക് അതിന് ആണ് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാട്ടിത്തരാം. എ ഈക്വൽ ടു 1 2 3, ബി എന്ന് പറയുന്നത് നേരത്തെ പോലെ 1 2 3 4 5. ഇപ്പോൾ ഞാൻ ചോദിക്കുകയാണ് എ എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെയാണ് പറയുക? അപ്പോൾ നമ്മൾ നോക്കുക ഈ എയിലുള്ള എല്ലാ എലമെൻറ്റ്സും ബിയിലുണ്ടോ എന്ന് നോക്കുക. എയിലുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? 1 2 3 അല്ലേ? അത് ബിയിലുണ്ടോ എന്ന് നോക്കിയേ. 1 2 3 ക്ലിയറാണ്, ബിയിലുണ്ട്. അപ്പോൾ എയിലുള്ള എല്ലാ എലമെൻറ്റ്സും ബിയിലുണ്ടെങ്കിൽ നമ്മൾ പറയുക എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. ഇങ്ങനെ ഈ സിമ്പലിൽ ഇങ്ങനെ വായ തുറന്നിരിക്കുന്ന ഭാഗം വലിയ സെറ്റ്, അതിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത് ചെറിയ സെറ്റ്. ക്ലിയർ അല്ലേ? അങ്ങനെയാണ് സബ്സെറ്റ് ഉള്ളത്. ഇനി അടുത്തത് നമുക്ക് പവർ സെറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. പവർ സെറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സബ്സെറ്റുകളുടെയും ഒരുമിച്ച് നമ്മൾ എഴുതണതിനെയാണ് പവർ സെറ്റ് എന്ന് പറയുക. എല്ലാ സബ്സെറ്റുകളും കൂടി ഒരുമിച്ച് നമ്മൾ എഴുതുക, അതിനെയാണ് നമ്മൾ പവർ സെറ്റ് എന്ന് വിളിക്കുക. അതിനായിട്ട് ഞാനൊരു എക്സാമ്പിൾ കാട്ടിത്തരാം. എ ഈക്വൽ ടു 1 2. പിന്നെ ഈ പവർ സെറ്റിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. അതിൻ്റെ ഇക്വേഷനാണ് 2n. അതായത് നമ്പർ ഓഫ് സബ്സെറ്റ് പവർ സെറ്റിൽ അല്ല ഈ സെറ്റിൽ എത്ര സബ്സെറ്റുകൾ ഉണ്ടെന്ന് നമുക്കറിയാൻ വേണ്ടിയുള്ള ഇക്വേഷനാണത്.
അതായത് 2n അല്ലേ, 2n. ഈ n എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എ എന്ന് പറയുന്ന സെറ്റിൽ എത്ര എലമെൻറ്റ്സ് ആണെന്ന് നോക്കാം. അപ്പോൾ 2n എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതാം, 2 എത്ര 4. അപ്പോൾ ഈ പവർ സെറ്റ് എഴുതുമ്പോൾ മൊത്തം 4 സബ്സെറ്റുകൾ ഉണ്ടാവും അതിൽ. ക്ലിയർ അല്ലേ? അപ്പോൾ പവർ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാ സബ്സെറ്റുകളുടെയും ഒരു കളക്ഷൻ, അതാണ് പവർ സെറ്റ്. അപ്പോൾ എത്ര സബ്സെറ്റ് ഉണ്ടെന്ന് നമുക്ക് നോക്കാൻ വേണ്ടിയുള്ള ഇക്വേഷനാണ് ഇത് 2n. ഇപ്പോൾ ഇവിടെ 3 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ 2 കൊടുത്താൽ അപ്പോൾ 8 സബ്സെറ്റുകൾ ഉണ്ടായാൽ. ഇവിടെ നമ്മുടെ എ എന്ന് പറയുന്ന സെറ്റിൽ 1ഉം 2ഉം 2 എലമെൻറ്റ്സ് ഉള്ളൂ. അപ്പോൾ നമ്പർ ഓഫ് സബ്സെറ്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക, 2n, അതായത് 2 4 എലമെൻറ്റ്സ്. ഇനി ഇതിലുള്ള എല്ലാ സബ്സെറ്റുകളും നമുക്കൊന്ന് എഴുതി നോക്കാം. അപ്പോൾ പവർ സെറ്റ് നമ്മൾ പി ആയിട്ട് എഴുതാം. പി 100% പി ഓഫ് എ ഈക്വൽ ടു, ആദ്യം ഒരു കേർലി ബ്രാക്കറ്റ് ഇട്ടു. ഇനി സബ്സെറ്റുകളല്ല നമുക്ക് എഴുതണ്ടേ. എപ്പോഴും നമ്മൾ സബ്സെറ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 5, അതായത് എം ടി സെറ്റ് എപ്പോഴും അതിൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും. അതേപോലെ ആ സെയിം സെറ്റ് തന്നെ അതിൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും. അപ്പോൾ അത് രണ്ടും നമ്മൾ എപ്പോഴും എഴുതണം. അതിനുശേഷം ബാക്കി സബ്സെറ്റുകൾ എഴുതി തുടങ്ങിയാൽ മതി കേട്ടോ, ഏത് ചോദ്യം വരാണെങ്കിലും. അപ്പോൾ എം ടി സെറ്റും ആ സെയിം സെറ്റും ആ സെറ്റിൻ്റെ ഒരു സബ്സെറ്റുകളായിരിക്കും ആ രണ്ടെണ്ണവും. ഇനി നമുക്ക് ഏതൊക്കെയാണ് സബ്സെറ്റായിട്ട് വരാം, 1 ഇതൊരു സബ്സെറ്റ് അല്ലേ, അതേപോലെ 2. ക്ലിയർ ആയില്ലേ? ഇപ്പോൾ നോക്കിയാൽ നമ്മൾ പവർ സെറ്റിൽ എത്ര സബ്സെറ്റുകളുണ്ട്, 1 2 3 4. ശരിയായില്ലേ? ഇപ്പോൾ നമ്മുടെ ഇക്വേഷൻ വെച്ച് നോക്കിയപ്പോൾ 4 സബ്സെറ്റുകൾ ഉണ്ടാവും നമുക്കറിയാം. അപ്പോൾ നമ്മൾ ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എം ടി സെറ്റും അതേപോലെ ആ സെയിം സെറ്റും അതിൻ്റെ ഒരു സബ്സെറ്റുകളായിരിക്കും. പിന്നെ ബാക്കി എലമെൻറ്റുകൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എഴുതിയാൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ പവർ സെറ്റ് എന്താണെന്ന് മനസ്സിലായി. യൂണിവേഴ്സൽ സെറ്റ് പഠിച്ചു, ഈക്വൽ സെറ്റ് പഠിച്ചു, ഫൈനൈറ്റ് ഇൻഫൈനൈറ്റ് സെറ്റ് പഠിച്ചു, എം ടി സെറ്റ് പഠിച്ചു. എല്ലാവർക്കും ഇത്ര ഭാഗം ക്ലിയർ അല്ലേ? ജസ്റ്റ് എല്ലാവരും ഒന്ന് ഇപ്പോൾ മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ഒന്ന് ഈ വീഡിയോ ഒന്ന് റിപ്പീറ്റ് അടിച്ചൊന്ന് കണ്ടു നോക്കാം കേട്ടോ എല്ലാവരും. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളതാണ് ഇൻ്റർവെൽസ്. ഇൻ്റർവെൽസിൽ നമുക്കുള്ളത് ഓപ്പൺ ഇൻ്റർവെൽസും അതേപോലെ ക്ലോസ്ഡ് ഇൻ്റർവെൽസും. ഓപ്പൺ ഇൻ്റർവെൽസും ക്ലോസ്ഡ് ഇൻ്റർവെൽസും. ഇനി നമുക്ക് ഇതിനെ ഓരോന്നിനും എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. ഓപ്പൺ ഇൻ്റർവെൽസിനെ നമുക്ക് ഇങ്ങനെയാണ് കേട്ടോ റെപ്രസെൻ്റ് ചെയ്യുക. ഇൻ്റർവെലിനെ ഇങ്ങനെയാണ്, 2 ഓപ്പൺ ബ്രാക്കറ്റ്, ഇങ്ങനെയാണ് നമ്മൾ ഓപ്പൺ ഇൻ്റർവെൽസിനെ റെപ്രസെൻ്റ് ചെയ്യുക. ഇനി ക്ലോസ്ഡ് ഇൻ്റർവെൽസ് ആണെങ്കിൽ 2 ക്ലോസ്ഡ് ബ്രാക്കറ്റ്സ്. ക്ലിയർ അല്ലേ? 2 ക്ലോസ്ഡ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എഴുതിയാണ് ക്ലോസ്ഡ് ഇൻ്റർവെൽസ്, ഓപ്പൺ ബ്രാക്കറ്റ് ഓപ്പൺ ഇൻ്റർവെൽസ്. ഇങ്ങനെയാണ് ഇതിനെ നമ്മൾ രണ്ടിനും റെപ്രസെൻ്റ് ചെയ്യുക. ഇനി നമുക്ക് ഞാൻ ഓരോ എക്സാമ്പിൾ കാട്ടിത്തരാം, എങ്ങനെയാണ് എന്താണ് ക്ലോസ്ഡ് ഇൻ്റർവെൽസ് അതുപോലെ എന്താണ് ഓപ്പൺ ഇൻ്റർവെൽസ് എന്ന്. അതായത് നമുക്കിപ്പോൾ ഒരു -2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ഇതിൻ്റെ അർത്ഥം എന്താ? അപ്പോൾ നമുക്ക് നമ്പർ ലൈൻ, ആദ്യം ഞാൻ നമ്പർ ലൈൻ വരയ്ക്കാം. 0 -1 -2 2. ക്ലിയർ അല്ലേ? നമ്പർ ലൈൻ വരച്ചു. ഇതിൽ ഇങ്ങനെ തന്ന ഇതിൻ്റെ അർത്ഥം എന്താ? എക്സിൻ്റെ വാല്യൂ -2 തൊട്ട് +2 വരെയാണ്. അതായത് -2ഉം ഇൻക്ലൂഡഡ് ആണ് അതിൽ അല്ലേ? അതല്ലേ നമ്മൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൊടുക്കുന്നത്. ഇപ്പുറത്തും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, അതായത് -2 തൊട്ട് +2 വരെ. ഇതിൽ ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഈ ഈക്വൽ ടു കൊടുക്കണതിൻ്റെ അർത്ഥം എന്താ? അതായത് ഈ -2ഉം ഈ +2ഉം ഇതിൽ ഇൻക്ലൂഡഡ് ആണ് അല്ലേ? ഇൻക്ലൂഡഡ് ആവുമ്പോൾ നമ്മൾ ഈ സർക്കിളിനെ ഒന്ന് ഡാർക്ക് ചെയ്യുക. ക്ലിയർ അല്ലേ? അതായത് -2ഉം +2ഉം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -2 തൊട്ട് +2 വരെ. അപ്പോൾ ഇതിന് ഓപ്പൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ നമുക്ക് എങ്ങനെ എഴുതാം? അതാണ് ക്ലോസ്ഡ് ഇൻ്റർവെൽ കേട്ടോ. ക്ലോസ്ഡ് ഇൻ്റർവെൽ അതായത് ഇൻക്ലൂഡഡ് ആണ്, തന്നേക്കണ നമ്പറുകൾ അതിൽ ഇൻക്ലൂഡഡ് ആണ്, അതിനാണ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എന്ന് പറയുക. പിന്നെ അതേപോലെ നമ്പർ ലൈനിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സർക്കിൾ വരച്ചിട്ട് സർക്കിൾ ഒന്ന് ഡാർക്കൻ ചെയ്യണം. അപ്പോൾ -2 2 ഇങ്ങനെ ക്ലോസ്ഡ് ഇൻ്റർവെൽ കൊടുത്താൽ അതിൻ്റെ അർത്ഥം അത് രണ്ടും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമുക്ക് 3 തരത്തിൽ എഴുതാം. ഇങ്ങനെയും എഴുതാം എക്സിൻ്റെ വാല്യൂസ്, ഇങ്ങനെയും എഴുതാം, അങ്ങനെ നമ്പർ ലൈനിലാണെങ്കിൽ ഇങ്ങനെയും മാർക്ക് ചെയ്യാം ഒന്ന് ഡാർക്കൻ ചെയ്തിട്ട്. ഇനി ഇത് ഇപ്പോൾ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, -2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2. ഇതിൻ്റെ അർത്ഥം എന്താ? എക്സിൻ്റെ വാല്യൂസ് -2 തൊട്ട് 2 വരെ, പക്ഷേ -2ഉം +2ഉം ഇൻക്ലൂഡഡ് അല്ല. അതിൻ്റെ ഇടയത്തെ വാല്യൂസ് മാത്രമാണ് നമുക്ക് അവിടെ വരുള്ളൂ. അതായത് 0 നമുക്ക് നേരെ മാർക്ക് ചെയ്യാം. 0 -1
-2 1 2. അപ്പോൾ ജസ്റ്റ് നമ്മളെങ്ങനെയാണ് ഷെയ്ഡ് ചെയ്യണ്ട, കണ്ട ഈ രണ്ട് വാല്യൂസും ഇൻക്ലൂഡഡ് അല്ല, അതിൻ്റെ ഇടയത്തെ വാല്യൂസാണ് നമുക്ക് എക്സിന് വരുന്നുള്ളൂ. അതാണ് ഇങ്ങനെ തന്നേക്കുന്നത്, -2 (x) <2. ഇനി നമുക്ക് എങ്ങനെ ഇൻ്റർവെൽസിൽ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുക അതിനെ? ഓപ്പൺ ബ്രാക്കറ്റിൽ, കണ്ട എളുപ്പമല്ലേ ഇത്? ക്ലിയർ ആയില്ലേ? അപ്പോൾ ഓപ്പൺ ബ്രാക്കറ്റിൽ തന്നുള്ള അതിൻ്റെ മീനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ രണ്ട് വാല്യൂസും ഇൻക്ലൂഡഡ് അല്ല, അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയിലുള്ള വാല്യൂസ് മാത്രമാണ് എക്സിൻ്റെ വാല്യൂസ്. ഇപ്പോൾ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആണെങ്കിൽ ആ തന്നേക്കുന്ന രണ്ട് വാല്യൂസും ഇൻക്ലൂഡഡ് ആണ്. ഇനി വേറൊരു രീതിക്ക് നമുക്ക് ചെയ്ത് നോക്കാം വേണമെങ്കിൽ. -3 < x <2. ഇതെങ്ങനെ വരും? അപ്പോൾ ഇതെങ്ങനെ വരും? 0 -1 -2 -3. ഇതെങ്ങനെ വരും? -3 തൊട്ട് അല്ലേ, -3 തൊട്ട് എവിടം വരെ? 2 വരെ. ഇനി ഇതിൽ നോക്കിയേ, -3 ഇൻക്ലൂഡഡ് ആണോ? ഇതിൽ ഇൻക്ലൂഡഡ് ആണോ? <= തന്നിട്ടുണ്ട്, അതായത് ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ 2x <2 2 ഇൻക്ലൂഡഡ് ആണോ? അല്ല, 2 ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യേണ്ടത്. ഇനി അതെങ്ങനെ നമുക്ക് ഇൻ്റർവെല്ലിൽ എഴുതാം? -3 തൊട്ട് 2 വരെ. ഇതിൻ്റെ ബ്രാക്കറ്റ് എങ്ങനെ ഇടും? ഓപ്പൺ ബ്രാക്കറ്റ് ഇടും. കാരണം എന്താ? 2 ഇൻക്ലൂഡഡ് അല്ല, പക്ഷേ -3 ഇൻക്ലൂഡഡ് ആണ്. ക്ലിയർ അല്ലേ? <= വന്നു, അതായത് -3 ഇൻക്ലൂഡഡ് ആണ്, പക്ഷേ 2 ഇൻക്ലൂഡഡ് അല്ല. ഇങ്ങനെയാണ് അപ്പോൾ നമ്മുടെ ഇൻ്റർവെൽസിൻ്റെ കേസ്. ഇൻ്റർവെൽസ് അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലോട്ട് കിടക്കാം കേട്ടോ, അടുത്തൊരു ടോപ്പിക്കിലോട്ട് കിടക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഓപ്പറേഷൻസ് ഓഫ് സെറ്റ്സ് നോക്കാം, അതായത് സെറ്റിൽ വരുന്ന കുറച്ച് ഓപ്പറേഷൻസ്. ഫസ്റ്റ് വൺ യൂണിയൻ. യൂണിയനെ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക, ഒരു യു പോലെ തന്നെ. അതായത് നമുക്കിപ്പോൾ ഒരു സെറ്റ് എഴുതാം, A = 1 2 3, B = 4 5 6. ഈ യൂണിയൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂണിയൻ്റെ മീനിങ്, ഇപ്പോൾ രണ്ട് സെറ്റുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് A യൂണിയൻ B എഴുതാൻ പറഞ്ഞ് നമ്മൾ എഴുതേണ്ടത് ഈ രണ്ട് സെറ്റിലുള്ള എല്ലാ എലമെൻസും കൂടി ഒരുമിച്ച് ഒരു സെറ്റാക്കിയിട്ട് എഴുതാം. ഇത്രയ്ക്കുള്ളൂ യൂണിയൻ. എല്ലാം കൂടി ഒരുമിച്ച് ഒരു സെറ്റാക്കിയിട്ട് എഴുതാം. പക്ഷേ നമ്മൾ സെറ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റിപ്പീറ്റേഷൻ ഉണ്ടെങ്കിൽ റിപ്പീറ്റേഷൻ 2 വട്ടം ഇപ്പോൾ എഴുതേണ്ട ആവശ്യമില്ല, ഒരു വട്ടം എഴുതിയാൽ മതി. റിപ്പീറ്റേഷൻ പാടില്ല സെറ്റിലോട്ട്, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ യൂണിയൻ ഇത്രയേ ഉള്ളൂ, രണ്ട് സെറ്റിലും ഉള്ളത് ഒരുമിച്ച് എഴുതാം. ഇപ്പോൾ 3 സെറ്റുകളുടെ യൂണിയൻ ഒരുമിച്ച് ചോദിക്കുകയാണെങ്കിൽ 3 സെറ്റുകളും കൂടി ഒരുമിച്ച് എഴുതാം. ഇത്രയ്ക്കുള്ളൂ യൂണിയൻ. ഇപ്പോൾ നോക്കിയാൽ ആദ്യം ഒന്നാമത്തെ സെറ്റുള്ളത് നമുക്ക് എഴുതാം, 1 2 3. ഇനി ബി സെറ്റിലുള്ളത് 4 5 6. ഇത്രേ ഉള്ളൂ A യൂണിയൻ B. ക്ലിയർ അല്ലേ? ഈ ഒരു എക്സാമ്പിൾ കൂടി തരാൻ വേണമെങ്കിൽ, A = 1 2, B = 2 3 4. ഇത് നോക്കിയേ, ഇപ്പോൾ നമ്മളെങ്ങനെ എഴുതും? A യൂണിയൻ B നമ്മൾ എഴുതേണ്ടത് രണ്ട് സെറ്റും കൂടി ഒരുമിച്ചല്ലേ നമ്മൾ എഴുതണ്ടേ? അപ്പോൾ 1 ഉണ്ട് 2 ഉണ്ട്. ഇനി നോക്കിയേ, B സെറ്റിലും 2 ഉണ്ട്. അപ്പോൾ നമ്മൾ 2 എഴുതേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ല. കാരണം എന്താ? റിപ്പീറ്റേഷൻ പാടില്ല സെറ്റുകളിൽ, അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, 2 വട്ടം 2 എഴുതേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത് നമ്മൾ 3 എഴുതുക, 4 എഴുതുക. ഇത്രേ ഉള്ളൂ A യൂണിയൻ B. അപ്പോൾ യൂണിയൻ എന്താണെന്ന് പഠിച്ചില്ലേ? ഫസ്റ്റ് ഓപ്പറേഷൻ നമ്മൾ പഠിച്ചു. അപ്പോൾ യൂണിയനാണ് നമ്മൾ ഇങ്ങനെയാണ് എഴുതുക കേട്ടോ, റെപ്രസെൻ്റ് ചെയ്തൊന്ന് ശ്രദ്ധിക്കണം, A യൂണിയൻ B. ഇനി അടുത്ത നമുക്ക് പഠിക്കാനുള്ളതാണ് ഇൻ്റർസെക്ഷൻ നമ്മൾ ഇങ്ങനെ ഒരു N പോലെയാണ്, യു മറച്ചിടുക, റ പോലെയാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഇൻ്റർസെക്ഷൻ 1 2 3. അതും ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞു തരാം. B = 2 3 4. ഇൻ്റർസെക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് സെറ്റിലും എയിലും ബിയിലും ഏതാണോ കോമൺ ആയിട്ടുള്ളത് അത് മാത്രം എടുത്ത് എഴുതിയാൽ മതി, അതാണ് ഇൻ്റർസെക്ഷൻ. അപ്പോൾ നമ്മളോട് A ഇൻ്റർസെക്ഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ A ഇൻ്റർസെക്ഷൻ B എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് സെറ്റിലും ഏതൊക്കെ കോമൺ ആയിട്ടുള്ളത് നമ്മൾ നോക്കാം. ഏതൊക്കെയാണ് നമ്മൾ നോക്കുമ്പോൾ 2ഉം 3ഉം രണ്ടിലും കോമണാണ് അല്ലേ? 2ഉം 3 മാത്രമല്ലേ കോമൺ ആയിട്ടുള്ളൂ. അപ്പോൾ A ഇൻ്റർസെക്ഷൻ Bയിൽ വരുന്നത് ഏതൊക്കെയാണ്? 2, 3. ഇത്രേ ഉള്ളൂ A ഇൻ്റർസെക്ഷൻ B. വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് ചെയ്യാം. A = 1 2 3 4. B = 3 2 1 4. 3 2 1 4.
അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി ഇനി നിങ്ങളെല്ലാവരും ഒന്ന് പറഞ്ഞേ എ ഇൻ്റർസെക്ഷൻ ബി എങ്ങനെ വരും? കോമൺ ആയിട്ടുള്ളതൊക്കെ ഏതൊക്കെയാണെന്ന് നോക്കിയേ, എത്ര എണ്ണം ഉണ്ട്? 2 3 4 2 3 4 1 ഉണ്ട്. എല്ലാം ഉണ്ട്, എല്ലാം കോമണാ അല്ലേ? 1 2 3 4 ഇവിടെയും 1 2 3 4 തന്നെ കോമണാ. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ അത് തന്നെ വരും 1 2 3 4 എല്ലാം കോമൺ അല്ലേ? ഈ സെറ്റിലുള്ള എല്ലാതും ഇപ്പുറത്തെ ബി സെറ്റിലുണ്ട്. അപ്പോൾ ഇതാണ് എ ഇൻ്റർസെക്ഷൻ ബി. ക്ലിയർ അല്ലേ? അപ്പോൾ യൂണിയനും പഠിച്ചു, ഇൻ്റർസെക്ഷനും പഠിച്ചു. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളതാണ് കോംപ്ലിമെൻറ്റ്. എന്നെല്ലാവരും ഒന്ന് കോംപ്ലിമെൻറ്റ് എഴുതിക്കോ. കോംപ്ലിമെൻറ്റ് കേട്ടോ. കോംപ്ലിമെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ ഡിഫറൻസ് എന്നും പറയും. രണ്ടും ഏകദേശം രണ്ടും സെയിം തന്നെയാണ്. കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് എഴുതാം. ആദ്യം എ എന്ന് പറഞ്ഞൊരു സെറ്റ് ഉണ്ട്. 1 2 3 4 5 6. ഇനി ബി തന്നിട്ടുണ്ട്. ബി ഈക്വൽ ടു 2 4 6 8. ക്ലിയർ അല്ലേ? എയും ബിയും തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് ഇതിൻ്റെ ഡിഫറൻസ്, അതായത് എ മൈനസ് ബി ആണ് ചോദിച്ചേക്കുന്നത്. എ മൈനസ് ബിയും ചോദിച്ചിട്ടുണ്ട്, ബി മൈനസ് എയും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, എ മൈനസ് ബിയും ബി മൈനസ് എയും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എ മൈനസ് ബി എഴുതാം. എ മൈനസ് ബി ഇത് നമ്മൾ സാധാ പോലെ തന്നെ, അതായത് എ എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് ബി എന്ന് പറഞ്ഞ സെറ്റ് മൈനസ് ചെയ്യുക. അതായത് ബി എന്ന് പറഞ്ഞ സെറ്റിൽ ഏതൊക്കെ എലമെൻറ്റ്സ് ഉണ്ട്? 2 4 6 8 അല്ലേ? അപ്പോൾ എ എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് ഈ 2 4 6 8 നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയുക. നോക്കിയേ, എ എന്ന് പറഞ്ഞ സെറ്റിൽ 2 ഉണ്ട്, അത് കളയുക. ഇനി ഇവിടെ നമുക്ക് അടുത്ത വരുന്നത് 4 6 8. ഇവിടെ 4 6 8 എവിടെയെങ്കിലും ഉണ്ടോ? 4 ഉണ്ട്, 6 ഉണ്ട്, 8 ഇതിലില്ല. അപ്പോൾ ഇനി ഇത് എലിമിനേറ്റ് ചെയ്ത് കളയുമ്പോൾ ബാക്കി ഏതൊക്കെ നമ്പറുകളാണ് വരുന്നത്? 1 3 5 അല്ലേ? ഇത്രേ ഉള്ളൂ എ മൈനസ് ബി. അതായത് എ എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് ബിയിൽ പറഞ്ഞ സെറ്റിലുള്ള എലമെൻറ്റ്സുകൾ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയുക. അതാണ് എ മൈനസ് ബി. ഇനി അതേപോലെ ബി മൈനസ് എ ചെയ്യുകയാണെങ്കിലോ, ബി മൈനസ് എ. ബി ഉള്ളതാണ് മെയിൻ സെറ്റ്. അതിൽ നിന്ന് എയിലുള്ള എലമെൻറ്റ്സുകൾ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയുക. എയിൽ ഏതൊക്കെയുണ്ട്? 1 2 3 4 5 6. അപ്പോൾ കോമൺ ആയിട്ട് ഏതൊക്കെ പോവും? ബി മൈനസ് എ ഏതൊക്കെ പോവും? നമ്മുടെ ബി മൈനസ് എ. ഉത്തരം എത്ര വരാ? എല്ലാവരും ഒന്ന് പറഞ്ഞേ, ബി മൈനസ് എ എത്ര വരുന്നു? 8 അല്ലേ വരാ? എല്ലാവരും ശ്രദ്ധിച്ച് നോക്കിയേ. കാരണം 4 കളഞ്ഞു, 6 കളഞ്ഞു, ഇവിടെ 2 കളഞ്ഞു. ബാക്കി എന്താ ബിയിൽ ബാക്കിയുള്ളത്? 8 അല്ലേ? ക്ലിയർ ആയില്ലേ എല്ലാവർക്കും? എ മൈനസ് ബിയും ബി മൈനസ് എയും ഓക്കെ അല്ലേ? ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്നുകൂടി ഞാൻ വേറൊരു എക്സാമ്പിൾ കൂടി തരാം. എ ഈക്വൽ ടു 2 3 5, ബി ഈക്വൽ ടു 5 2 3 കേട്ടോ. 5 2 3, എ ഈക്വൽ ടു 2 3 5. നമ്മളോട് ബി മൈനസ് എ ചെയ്യണം. അതായത് ബിയിൽ നിന്ന് എയിലുള്ള എലമെൻറ്റ്സുകളൊക്കെ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയണം. നോക്കിയേ, 5 2 3 ആണ് ബിയിലുള്ളത്, എയിലുള്ളത് 2 3 5. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ഏതൊക്കെ പോവും? എയിൽ 2 ഉണ്ട്, ബിയിൽ 2 ഉണ്ടോ? 2 ക്യാൻസൽ ചെയ്തു. എയിൽ 3 ഉണ്ട്, ബിയിലുണ്ടോ? 3 ഉണ്ട്. ഓക്കെ, 5 ക്യാൻസൽ ചെയ്തു, 5 കൂടി ഉണ്ട്. അപ്പോൾ നോക്കിയാൽ ബിയിൽ ബാക്കി എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, എം ടി സെറ്റാണ് ബി മൈനസ് എ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ക്ലിയർ അല്ലേ? ഡിഫറൻസ് എഴുതാൻ ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത നമുക്ക് കോംപ്ലിമെൻറ്റ്.
ഒരു മിനിറ്റ് കേട്ടോ. കോംപ്ലിമെൻറ്റ്, അതായത് എ സെറ്റ് നമ്മൾ എഴുതി, യു എന്ന് പറഞ്ഞ സെറ്റ് നമ്മൾ എഴുതി, യു ഈക്വൽ ടു 2 3 9 വരെ. യു എന്നൊരു സെറ്റ് നമ്മൾ എഴുതി, 9 വരെ എഴുതി. ഇനി എ എന്ന് പറഞ്ഞ വേറൊരു സെറ്റ് നമ്മളോട് തന്നിട്ടുണ്ട്. എത്രയത്? 1 3 5 7 9. ക്ലിയർ അല്ലേ? ഇനി നമ്മളോട് പറയാണ് എ കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കാൻ. എ കോംപ്ലിമെൻറ്റ് നമ്മളിങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക. എ കോംപ്ലിമെൻറ്റ് എന്ന് വെച്ചാൽ മറ്റൊന്നല്ല, നമ്മൾ നേരെ ഡിഫറൻസ് കണ്ട പോലെ തന്നെ യുവിൽ നിന്ന് എ കുറയ്ക്കുക, അതാണ് എ കോംപ്ലിമെൻറ്റ്. ഇത്രയേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞ കോംപ്ലിമെൻറ്റും ഡിഫറൻസ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. അപ്പോൾ എ കോംപ്ലിമെൻറ്റ് എന്ന് വെച്ചാൽ എന്താ? യു എന്ന് പറഞ്ഞ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എ മൈനസ് ചെയ്യുക. അപ്പോൾ എന്താ ഉത്തരം വരിക? എല്ലാവരും പറഞ്ഞേ. യുവിൽ നിന്ന് എ മൈനസ് ചെയ്യുക. എയിലുള്ള എലമെൻറ്റ്സൊക്കെ യുവിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്യാം. 1 ഉണ്ട്, 3 ഉണ്ട്, 3 ഉണ്ട്, 5 കട്ട് ചെയ്യാം, പിന്നെ ബാക്കി 7 കളയാം, 9 കളയാം. ബാക്കി യുവിൽ ഏതൊക്കെയാണ് വരുന്നത്? 2 4 6 8. 2 4 6 8. ക്ലിയർ അല്ലേ? ഇത്രയ്ക്കുള്ളൂ എ കോംപ്ലിമെൻറ്റ്. 2 4 6 8. എല്ലാവർക്കും ഓക്കെ ആയില്ലേ? ഇപ്പോൾ കോംപ്ലിമെൻറ്റ് എന്താണെന്ന് മനസ്സിലായില്ലേ? എ കോംപ്ലിമെൻറ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു യൂണിവേഴ്സൽ സെറ്റ് നമുക്ക് തന്നിട്ടുണ്ടാവും. ആ വലിയ സെറ്റിൽ നിന്ന് എ ഉള്ള സെറ്റ് എ മൈനസ് ചെയ്യുക. എ സെറ്റ് എയിലുള്ള എലമെൻറ്റ്സ് നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയുക. എന്നിട്ട് ബാക്കി യുവിൽ എന്തൊക്കെയുണ്ടോ അതെടുത്ത് എഴുതുക. ഇത്രയ്ക്കുള്ളൂ എ കോംപ്ലിമെൻറ്റ് നമ്മൾക്ക് കണ്ടുപിടിക്കാൻ. അപ്പോൾ ഡിഫറൻസും കോംപ്ലിമെൻറ്റും അതേപോലെ ഇൻ്റർസെക്ഷനും യൂണിയനൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഇനി ഇത് വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസും പിന്നെ യൂണിയൻ്റെയും ഇൻ്റർസെക്ഷൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസും കൂടിയാണ് നമുക്ക് ചെയ്യാനുള്ളൂ. അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ബാക്കി ചെയ്യാം. താങ്ക് യു.